ഡേ ബൈ ഡേ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ലൈക്ക് എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കാം. സോ ഡേവിഡ് കറ്റാല നമുക്കറിയാം, സ്പെയിനിൽ നിന്നുള്ളൊരു കോച്ചാണ്. സൂപ്പർ കപ്പിലാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി എത്തിയത്. സോ ആ ഒരു കോച്ചായി എത്തിയ ശേഷം സൂപ്പർ കപ്പിൽ ആദ്യത്തെ മത്സരത്തിൽ നമ്മൾ വിജയിച്ചു. രണ്ടാമത്തെ മത്സരം നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അതും ഫുൾ ഇന്ത്യൻ സ്ക്വാഡുമായിട്ട് കളിച്ച മോഹൻ ബഗാനോട്. സോ എന്തായാലും അതിനുശേഷം ഡേവിഡ് കറ്റാല നിലനിർത്താനും അടുത്ത സീസണിലേക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ലൊരു ടീമിനെ ഉണ്ടാക്കാനുമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ എല്ലാം വിപരീതമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. അത് നിങ്ങൾ അറിഞ്ഞൊരു കാര്യമായിരിക്കും. കഴിഞ്ഞ ദിവസം റാഫ മോണ്ടിരിക്കലും അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സും അദ്ദേഹവും തമ്മിൽ പിരിഞ്ഞ കാര്യം. സോ എന്തായാലും ഇത് നമ്മുടെ ഡേവിഡ് കറ്റാലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേവിഡ് കറ്റാലയും കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകളുണ്ട്. അതായത് അദ്ദേഹത്തിനോട് പറയാതെയാണ് റാഫ മോണ്ടിരിക്കലുമായിട്ട് ഇങ്ങനൊരു രീതിയിലെത്തി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേവിഡ് കറ്റാലയ്ക്ക് ഇഷ്ടപ്പെടില്ല. സോ അദ്ദേഹവും ക്ലബിൻ്റെ പ്ലാൻസും മറ്റു രീതിയുമായിട്ട് തോന്നുന്നു അവരൊട്ടും അൺഹാപ്പി അല്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിടും എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. സോ അങ്ങനെ കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നവും. കാരണം ഡേവിഡ് കറ്റാല തുടരുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. കാരണം സൂപ്പർ കപ്പിൽ അദ്ദേഹം ടീമിനെ കോച്ച് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് ഒരു വർഷം മുന്നിൽ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഒരു 6 മാസമെങ്കിലും ബാക്കിയുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എങ്ങനെ അടുത്ത വർഷം ടീമിനെ ഇറങ്ങണം. സോ അതൊക്കെ ആലോചിക്കാവുന്നൊരു ടൈം പുള്ളിയുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ ഇനിയൊരു കോച്ചിനെ സൈൻ ചെയ്ത് പിന്നെ അദ്ദേഹം സൈനായിട്ട് വന്നിട്ട് പിന്നെ ടീമിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക, അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്ന് പറയാം. അടുത്ത വീട്ടിൽ കാണുന്നുണ്ട്. ഗുഡ് ബൈ.